മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി MP ആയി സത്യപ്രതിജ്ഞ ചെയ്തു. ദേശീയ രാഷ്ട്രീയത്തിൽ കാര്യമായ ഇടപെടൽ നടത്താനാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ നേരിട്ട് ഡൽഹിക്ക് വണ്ടി കയറിയിരിക്കുന്നത്. പിണറായിക്കെതിരെയുള്ള ക്രിയാത്മക പ്രതിപക്ഷത്തിന്റെ റോളൊന്നുമല്ല ലീഗ് ഇന്ദ്രപ്രസ്ഥത്തിൽ വഹിക്കാൻ പോകുന്നത്. UDFിലെ സ്ഥിരം മധ്യസ്ഥനായിരുന്ന കുഞ്ഞാലിക്കുട്ടി നാളെ പ്രതിപക്ഷ ഐക്യത്തിന്റെ മധ്യസ്ഥനായി വരില്ലെന്ന് ആര് കണ്ടു? നീ ആരാ? PK Kunyalikutti, having been elected പ്രസംഗം വേണ്ട. എന്താ നിന്റെ തീരുമാനം? a member of the House of the People, do swear in the name of God, solemnly affirm that I will bear the true faith and ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. അതെ. allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. ഇവനെ സൂക്ഷിക്കണം. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. അവന്റെ വാക്കിന് സൂചിവിനയുടെ മൂർച്ച. ശാക്തന്മാരുടെ മുഖപ്രസാദം നഷ്ടമായിരിക്കുന്നു. കാരണമറിയാത്തൊരു ഉത്കണ്ഠ എന്റെ മനസ്സിലും വളരുന്നു. പിഴയ്ക്കാത്ത ചുവടുകളുമായി അവൻ ഈ മണ്ണിലേക്ക് നടന്നെത്തിയത് അതൊരു വെറും യാത്രയല്ല. എന്തോ എവിടെയോ ഒരുങ്ങുന്നുണ്ട്. അഹങ്കാരത്തിൽ കൂടിയില്ലേ? ഇരുന്നിടത്തുനിന്ന് ഒരു അനക്കമില്ല. ഞാനിപ്പോ പ്രസിഡന്റ് മാത്രമല്ല. കുഞ്ഞാപ്പ ജയിച്ച് പാർലമെന്റിൽ പോകുന്നത് സഭയിൽ വെറുതെ ഇരിക്കാനല്ല, പല കളികളും കളിക്കാനാണെന്ന് മലപ്പുറത്തുകാർ പറഞ്ഞത് വെറുതെയാവില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല കളികളും കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഒരു കാര്യം തീർച്ചയാണ്, ഏറ്റവും പ്രതികൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയിൽ എനിക്ക് നല്ലപോലെ അറിയാം. അവിടെ ചെന്ന് നാളെ ഒരു പട്ടുമെത്തയിൽ കിടക്കാനല്ല പോകുന്നത്, മുൾമുനയിലൂടെ നടക്കാനാണ് പോകുന്നത്. ഞങ്ങൾക്കൊക്കെ അറിയാം. ചെന്നു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യും എന്നാണ്. അത് ചെന്നതിന് ശേഷം വിമർശകർക്ക് കാണാം. ദില്ലിയിൽ പോയിട്ട് നരേന്ദ്രമോദിയെ ഒന്ന് വിറപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എന്നൊന്നുമല്ല. പോകുന്നതിന്റെ ഉദ്ദേശം, പോവാൻ തീരുമാനിച്ചതിന്റെ ഉദ്ദേശം തന്നെ പിണറായി വിജയനുമായിട്ട് ഏറ്റുമുട്ടാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അന്നാരെ കണ്ണനും തന്നാലായത് അത്രേ ഉള്ളൂ. എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യും. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്ന്. അല്ലാതെ ഞാൻ അവിടെ എത്തിയതിന്റെ പിറ്റേന്ന് നരേന്ദ്രമോദിയെയും കൊണ്ട് ഇങ്ങോട്ട് പോരും എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്താ സാധനം? ചീങ്കണ്ണിയ.